ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു റെസിപ്പി ട്രൈ ചെയ്താലോ? സോ ഇതാണ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടത് കേട്ടോ. ഇതാണ് ചിക്കൻ റൈസ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഫുള്ളായിട്ടൊരു ചിക്കൻ എടുക്കുന്നതായിരിക്കും മോർ ബെറ്റർ. സോ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളത്തിനകത്തിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. സോ വെള്ളത്തിനകത്തോട്ട് നമ്മൾ നോർമലി നെയ്ച്ചോറിനൊക്കെ ആഡ് ചെയ്യുന്ന സ്പൈസസ് ഉണ്ടല്ലോ, നമ്മുടെ കുരുമുളക്, ജീരകം, പട്ട, ഗ്രാമ്പ്, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഒരു മാഗി ക്യൂബ്, ഉപ്പ്. സോ ഇത്രയും സാധനങ്ങൾ ആ വെള്ളത്തിനകത്ത് ചേർത്ത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. സോ വേവിച്ചെടുത്ത ആ സ്റ്റോക്കിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റൈസ് ഇട്ട് നന്നായിട്ട് വേവിക്കുക. സോ റൈസ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധാരണ നമ്മുടെ നെയ്ച്ചോറിൻ്റെ റൈസ്, നീളമുള്ള അരി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് നാരങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് റൈസ് നന്നായിട്ട് വേവിക്കാൻ വെക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വിസിൽ മതി കേട്ടോ. സോ ആ സമയത്ത് നമ്മുടെ ഗരം മസാല, അറബിക് മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സോ ഇത്രയും സാധനങ്ങൾ, യോഗട്ട് ഇട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു നല്ല പേസ്റ്റ് പരുവത്തിലാക്കുക. സോ അത് കഴിഞ്ഞ് ഇതെല്ലാം എല്ലാ ഭാഗത്തോട്ട് നമ്മൾ തേക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് നിന്ന് പൊരിച്ചെടുക്കുക. സോ ഓൾറെഡി ഇത് വെന്തതാ. വലിയ ചിക്കൻ ആകുമ്പോൾ നമുക്ക് ഈ ഫുള്ളായിട്ട് പൊരിച്ചാൽ ഉള്ളു വേഗത്തില്ല. സോ ഇത് വേവിച്ചുകൊണ്ട് നമ്മൾ പൊരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കരിഞ്ഞു പോകാൻ നോക്കിയാൽ മതി. പിന്നെ ഇച്ചിരി കുങ്കുമപ്പൂ ഇട്ട് അതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളമായിട്ട് കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഇറങ്ങും. അപ്പോൾ ഇതാണ് ചോറ് ഓൾറെഡി വെന്ത് കഴിഞ്ഞു. സോ അതിനകത്ത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളതിനകത്തോട്ട് ഈ സാഫ്രോൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ബദാം, എല്ലാ സാധനങ്ങളും അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഡെക്കറേഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.